പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവൃത്തികളും ആചാരങ്ങളും വിശ്വാസങ്ങളും ചരിത്രാതീത കാലം മുതൽ മനുഷ്യ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന ഒരു അടിസ്ഥാന വസ്തുതയാണ്. ശാസ്ത്രീയമായ അറിവ് ഇല്ലാതെ തന്നെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പ്രകൃതി സംരക്ഷണം ഒരു ജീവിതചര്യയായിരുന്നു. പലപ്പോഴും സാധാരണ ജനങ്ങളുടെ ആരാധനാ സമ്പ്രദായമായിരുന്നു ഇവയിൽ പലതും. വിശുദ്ധ വനങ്ങൾ അഥവാ കാവുകളിലൂടെ അത്തരം പ്രകൃതി സംരക്ഷണ രീതികൾ നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിൽ തന്നെ 2000-ലധികം ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടുന്നതായി കണക്കാക്കുന്നുണ്ട്. ഇത്തരം ആവാസ വ്യവസ്ഥകൾ താഴെ സമുദ്രനിരപ്പിൽ നിന്നും തുടങ്ങി മലകളിലും ചെറിയ കുന്നുകളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ജനസംഖ്യാ വർധനവും അതിനനുസൃതമായി കൃഷിഭൂമിയിൽ വന്ന മാറ്റങ്ങളും ഉൾപ്പെടെ കാവുകളുടെ ആവാസ വ്യവസ്ഥയുടെയും അതിനോടനുബന്ധിച്ചുള്ള ജൈവ വൈവിധ്യത്തിന്റെയും നാശത്തിന് കാരണമായപ്പോൾ പോലും മനുഷ്യവാസം കൂടിയ സ്ഥലങ്ങളിൽ ഇത്തരം പച്ചത്തുരുത്തുകൾ വിശ്വാസത്തിന്റെ ഭാഗമായി സംരക്ഷിച്ചു പോരുന്നു. അത്തരം സംരക്ഷിത കേന്ദ്രമായ ഒരു കാവാണ് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്ക് സമീപം പാങ്കോട് പാറേപ്പിടികയിലുള്ള വെട്ടണാപ്പതി. ജൈവ വൈവിധ്യം കൊണ്ടും ആചാരങ്ങളിലും വിശ്വാസങ്ങളിലുമുള്ള വൈവിധ്യം കൊണ്ടും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പാരമ്പര്യ ശാക്തേയ കാവാണ് വിഷ്ണാലയ പതിമുത്തപ്പൻ കാളികാവ് ട്രസ്റ്റിന് കീഴിലുള്ള വെട്ടണാപ്പതി. അട്ടണപ്പതി മുത്തപ്പൻ കാളികാവിൻ്റെ പ്രത്യേകത, ഇതൊരു കൗളകർമ്മ മാർഗത്തിലൂടെ കർമ്മങ്ങൾ നടത്തിപ്പോകുന്ന കാവാണ്. ആദിഗോത്രങ്ങളായ 1000 ഗോത്രങ്ങളടങ്ങുന്ന ദ്രാവിഡ ഗോത്രത്തിലെ പുന്നക്കോട്ടു ഗോത്ര സമൂഹത്തിൻ്റെ ഒരു കാവായിട്ട് അറിയപ്പെടുന്നു. നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കർമ്മം ചെയ്ത് ആ കർമ്മവിധികൾ പഠിച്ച് വരും തലമുറയും പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പൂജാവിധികളും കർമ്മങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ആദിപരാശക്തിയായ അമ്മ കരിങ്കാളി രൂപത്തിൽ ഇവിടുത്തെ അറകല മുത്തപ്പൻ പ്രതിഷ്ഠിക്കുകയും ആരാധിക്കുകയും ചെയ്ത് പോന്നു. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞൊന്നും പിന്നിട്ടൊന്നും പറയാൻ പറ്റില്ല. ആദിപരാശക്തിയായ അമ്മ ഭഗവതി ഉഗ്രരൂപിണിയായ കരിങ്കാളി ഭാവത്തിൽ ഇവിടെ ആരാധിച്ചു പോരുന്നു. ഭഗവതിയെ ധ്യാനിച്ച് വരദാനം നേടിയ പുന്നോക്കോട് ഗോത്രത്തിലെ മഹാമാന്ത്രികനായ കാരണവരിൽ തുടങ്ങുന്നു ഈ പതിയുടെ ചരിത്രം. ഈ വനാന്തരമായിരുന്ന കാലത്ത് ഇവിടുത്തെ മേൽജാതി സമൂഹത്തെ ഭയന്ന് കാട്ടിൽ കയറി വിളിക്കുകയും അവർക്കൊരു ആരാധനാമൂർത്തി വേണമെന്ന് ആഗ്രഹിച്ചു ഇവിടുത്തെ അവരുടെ ഗോത്രത്തലവനായ മുത്തപ്പൻ കരിങ്കാളിയെ പ്രതിഷ്ഠിക്കുകയും പൂജ നടത്തുകയും അതിനോടനുബന്ധിച്ച് ഗുരുമുത്തപ്പന്മാരും ശുക്രാചാര്യ മഹർഷിയും മലദേവയും ദൈവങ്ങളെയും മലമുത്തിമാരെയും മുത്തന്മാരെയും കണ്ടകനസ്വാമിയെയും ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും വെച്ച് ആരാധിക്കുകയും ചെയ്തു പോന്നിരുന്നു. ശുക്രാചാര്യ സാന്നിധ്യത്തോടു കൂടിയ ഗുരുമുത്തപ്പനും വിഷ്ണുമായ ചാത്തൻ സ്വാമികളും ഖണ്ഡാകർണസ്വാമിയും മലദൈവങ്ങളും മുത്തിമാരും തുടങ്ങി നിരവധി ആരാധനാമൂർത്തികൾ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. ഇവിടെ രീതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശിവരാത്രി 8 ഭരണി 10 പൂരം എന്ന നാളുകളിലാണ് ഈ വെട്ടണാപ്പതിയിൽ കർമ്മം നടത്തി വരുന്നത്, ഉത്സവം നടത്തി വരുന്നത്. എല്ലാ മാസം തോറും എല്ലാ മാസത്തിലെ കർത്തവാവ് ദിനത്തിൽ ഇവിടെ കർമ്മം ഉള്ളതാണ്. കൂടാതെ നമുക്ക് വളരെ പ്രത്യേകത, ഇപ്പോൾ ഇവിടുത്തെ മുഖ്യ കർമ്മിത്വം വഹിക്കുന്ന മോഹൻജി സൂചിപ്പിച്ചു, ഇതൊരു ആദിദ്രാവിഡ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഈ മേഖല എന്ന് പറയുന്നത് വനമായിരുന്നു, ഘോര വനമായിരുന്നു. ആ ഘോര വനത്തിൽ പുന്നക്കോട്ട് കൂട്ടം, ഒരു പുലയ സമുദായക്കാർക്ക് അനവധി കൂട്ടങ്ങളുണ്ട്. ആത്തില കൂട്ടം, പുന്നക്കോട്ട് കൂട്ടം ഒക്കെ എന്ന് പറഞ്ഞാൽ പല പല കൂട്ടങ്ങളുണ്ട്. അതിലെ ഒരു കൂട്ടമാണ് പുന്നക്കോട്ട് കൂട്ടം. ആ പുന്നക്കോട്ട് കൂട്ടത്തിലെ ഒരു മഹാമാന്ത്രികനായ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ തലമുറകൾക്കപ്പുറം ഞങ്ങളുടെ ഈ തറവാട്ടിൽ ഒരു മുത്തപ്പൻ ഉണ്ടായിരുന്നു. ആ മുത്തപ്പന് ഏത് തലത്തിലാണോ ഇവിടെ സമാധി ഇരുത്തിയെന്ന് ചരിത്രത്തിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ആ മുത്തപ്പൻ മഹാമാന്ത്രികനായിരുന്നു.
കല്ലിനെ വെള്ളമാക്കുവാനും വെള്ളത്തെ കല്ലാക്കാനുമുള്ള കഴിവുള്ള മുത്തപ്പനാണ് ഇവിടെ മഹാമാന്ത്രികനായ അറകല മുത്തപ്പൻ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ശുക്രാചാര്യ ഗുരുവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ കാവ് എന്ന് പറയുന്നത് അന്ന് കാവ് അമ്പലം എന്നൊക്കെ ഒന്നും പറയാനുള്ള വിധിയില്ലാത്തൊരു കാലഘട്ടമായതിൻ്റെ പേരിൽ പതി എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ പേര് രൂപാന്തരപ്പെട്ടിരുന്നു. ആ മുത്തപ്പൻ കരിങ്കാളിയെയാണ് ആവാഹിച്ചത്. കരിങ്കാളി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കരിങ്കാളിയാണ്. അതായത് രക്തചാമുണ്ടീശ്വരിയും കണ്ഠകർണ സ്വാമിയോട് കൂടി അവർ ലയിച്ചു ചേർന്നുകൊണ്ട് ദാരികനെ വധിക്കാൻ പോകുന്ന ആ ഒരു സ്വരൂപമായ കരിങ്കാളിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ഠകർണ സ്വാമിയുടെ പടകളും രക്തചാമുണ്ടീശ്വരി എന്ന ഈ ഭൂമിയിൽ ഒരു തുള്ളി ദാരികൻ്റെ രക്തം വീണ് കഴിഞ്ഞാൽ 1000 ദാരികന്മാർ ജനിക്കുമെന്നുള്ള സങ്കല്പമുള്ളതുകൊണ്ട് ആ രക്തചാമുണ്ടീശ്വരിയോട് കൂടി നിലനിൽക്കുന്ന സ്ഥാനമാണ് ഈ കാണുന്ന ദേവിയുടെ സ്ഥാനം. അതിൻ്റെ ഒപ്പം ഇതാണ് കണ്ഠകർണസ്വാമിയുടെ സ്ഥാനം. അതുപോലെ തന്നെ മലദൈവങ്ങൾ എന്ന് പറയുന്നത് അന്നപതി ശക്തിയോടുകൂടി അന്നപതി ശക്തി സ്വരൂപിണിയായ കുടികൊള്ളുന്ന ഇതാണ് മലദൈവങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ അനന്തദേവൻ, അതായത് സർപ്പത്തിൻ്റെ ഏറ്റവും മധ്യവനായിട്ടുള്ള ദേവൻ ഇവിടെ സർപ്പത്തിൽ കുടികൊള്ളുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നാഗരാജാവും നാഗമാണിക്യവും കുടികൊള്ളുന്നു. അപ്പുറേ നാഗയക്ഷി അമ്മയും കുടികൊള്ളുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശുക്രാചാര്യ സാന്നിധ്യത്തിലുള്ള മുത്തപ്പൻ്റെ തറ. അവിടെ നമ്മുടെ ശുക്രാചാര്യ മുത്തപ്പൻ തന്നെയല്ല, പതിമുത്തപ്പനും ഗുരുമുത്തപ്പനും ചാത്തൻ സ്വാമിയും അവണങ്കോട് ചാത്തൻ സ്വാമിയും കുടികൊള്ളുന്നു. അതിൻ്റെ തൊട്ടപ്പുറം കാവൽ മൂർത്തി എന്ന് പറയുന്ന ഈ വർഗത്തിനെ കാവലായി നിലനിർത്തുന്ന കാവൽ മൂർത്തി അമ്പും വില്ലുമായി ഈ കാവിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതോടൊപ്പം ഈ കാവിൻ്റെ തെക്ക് ഭാഗത്ത് ഹനുമാൻ കാപ്പുരിയും കുടികൊള്ളുന്നു. ഇതൊരു ഈ ചരിത്രം കൊണ്ടുപോകുന്നത് ഈ പുലയ സമുദായത്തിൽപ്പെട്ട പുന്നക്കോട്ട് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഈ സമൂഹത്തിൻ്റെയായ ഒരു ഉത്സവമായാണ് മാറുന്നത്. ഈ സമൂഹത്തിലെ നാനാജാതി മതസ്ഥർ ഇന്ന് ഇവിടെ വന്ന് അനവധി കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ട് അവരൊക്കെ നേടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമുക്കൊരു വിഷമം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു കഷ്ടത വന്നാൽ, ഒരു ദുരിതം വന്നാൽ, ഒരു ദുഃഖം വന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയോ ഇവിടുത്തെ ഈ സാന്നിധ്യങ്ങളെ നമ്മൾ സ്വരൂപങ്ങളെയൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആ വിഷമം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഗുരുതി അമ്മയ്ക്ക് ഒരു കുടം ഗുരുതി സമർപ്പിച്ചാൽ ഒരു നിശ്ചയിക്കുകയാണ്. ഒരു കുടം ഗുരുതി, അല്ലെങ്കിൽ 7 കുടം ഗുരുതി, അല്ലെങ്കിൽ 24 കുടം ഗുരുതി, അല്ലെങ്കിൽ 64 തരം കുടം ഗുരുതി ദേവിക്ക് സമർപ്പിച്ചാൽ ആ കാര്യസാധ്യത എന്ന് പറയുന്നു. അങ്ങനെ ആ തലത്തിൽ എല്ലാ നടകളിലും ഗുരുതി സമർപ്പണം നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഗുരുതി നടക്കുന്നത് എനിക്ക് പറയാൻ സാധിക്കും ഈ കേരളത്തിൽ ഉള്ള കാവുകളിലും. ഇപ്പം നമുക്ക് വള്ളിയാങ്കാവായാലും കൊടുങ്ങല്ലൂർ ക്ഷേത്രമായാലും നമ്മൾക്ക് അതൊന്നൊക്കെ ജനങ്ങൾ അറിയപ്പെടുന്ന കാവുകളും ക്ഷേത്രങ്ങളൊക്കെയാണ്. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ ഗുരുതി നടക്കുന്നത്. 64 കുടം ഗുരുതി ഇവിടെ ദേവിക്ക് സമർപ്പണം. അതോടൊപ്പം തന്നെ ഇവിടെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ അഭിവൃദ്ധിയും ഐശ്വര്യവും കിട്ടുന്നുണ്ടെന്നാണ് നമുക്ക് കാണാം. സ്വാഭാവിക നിത്യഹരിത വനങ്ങളുടെ മുഴുവൻ വന്യതയും വശ്യതയും നമുക്ക് വെട്ടണാപതിയിൽ കാണാനാകും. വലിയൊരു ജൈവ വൈവിധ്യം തന്നെ ഇവിടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. പുഷ്പിത സസ്യങ്ങളും അപൂർവ ഇന ഔഷധ സസ്യങ്ങളുടെയും ഒരു കലവറ തന്നെയാണ് വെട്ടണാപതി. വള്ളിക്കൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞരമ്പോടൻ എന്നാണ് ഈ വള്ളിക്ക് പേര് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഈ മരം ഇല്ലാത്തൊരവസ്ഥയാണ്. ഇത് തിരുമ്മി കഴിഞ്ഞാൽ ഈ തിരുമ്മി എത്രത്തോളം നമ്മൾ ശക്തി എടുത്ത് തിരുമ്മിയാലും ആ ഇല നീർത്തി കഴിഞ്ഞാൽ ആ ഞരമ്പൊന്നും ഒടിഞ്ഞു പോകില്ല. ആ ഇല അങ്ങനെ നിവർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മയിലെള്ള് ഇതാണ് കണ്ടോ, ഇപ്പം ഇത്രയും തിരുമ്മിയതാണ് ഈ ഇല. വീണ്ടും ഇട്ട് തിരുമ്മിയാലും ഇതേ സംഭവം തന്നെയായിട്ട് തിരുമ്മി പോന്നാലും ഇത് ആ ഇല നിവർന്ന് നിൽക്കും. കാരണം അതാണ് ഞരമ്പോടൻ. ഞരമ്പൊടിയില്ല. അത്രയ്ക്കും ഒരു ഔഷധ സങ്കേത കേന്ദ്രം
ഇപ്പോൾ അനവധി മരങ്ങളുണ്ട്, 100-ൽ പരം മരങ്ങളും ഇലകളവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഔഷധ സങ്കേത കേന്ദ്രമാണ്. ഇതിന് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും നമ്മളെ സന്തതി പരമ്പരകളും ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് ഇതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. വരും കാലങ്ങളിൽ വിശ്വാസത്തോടൊപ്പം പുതിയ തലമുറ അനുഭവസാക്ഷ്യം വഹിക്കുന്ന ഒരു പ്രകൃതി വൈവിധ്യ കേന്ദ്രമായി വെട്ടണാപ്പതി എന്നും നിലകൊള്ളട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഭവമുള്ളതാണ് എല്ലാവർക്കും. നല്ല നമ്മൾ എന്താ ആവശ്യപ്പെട്ടാൽ നടക്കണം. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഈ സംബന്ധമായ ഉത്സവം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു പവർഫുൾ ആണ്. അത്രയ്ക്ക് ഒരു പുത്തൻ തലമുറയ്ക്ക് ആധുനിക സംവിധാനങ്ങളുമൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു തരത്തിലേക്ക് ചിലപ്പോൾ ചിന്തിക്കാനോ അതിനെ ഉൾക്കൊള്ളാനായിട്ടുള്ള ചെറിയ വിമുഖതകളൊക്കെ പലർക്കും ഉണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് വെട്ടണാപ്പതി ഇവിടെ സ്ഥിതി ചെയ്യുന്നത്.
Bye.